മഹാറാണിയുടെ പ്ലാന്റ് ആയിരുന്നു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞു, നമ്മൾ നട്ടിട്ട് കൃത്യം ഒരാഴ്ച കഴിഞ്ഞു. ചെറിയ മുളയൊക്കെ വരുന്നുണ്ട്, പിടിച്ചു കിട്ടുമെന്ന് തോന്നുന്നു. ഇത് ലേഡി ബേർഡ് ആയിരുന്നു. ലേഡി ബേർഡിൽ വന്നപ്പം വേരൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെറിയ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. റൂട്ടെക്സിൽ മുക്കിയിട്ടാണ് നമ്മൾ നട്ടുവെച്ചിരുന്നത്. ഇത് വയലറ്റ് സെപ്റ്റംബർ ആണ്. വയലറ്റ് സെപ്റ്റംബർ ലീഫൊക്കെ നല്ലൊരു ശക്തിയായിട്ട് വരുന്നുണ്ട്. ഇത് ബ്രീസ റെഡ്, ചെറിയ പ്ലാന്റാണ് നമുക്ക് കിട്ടിയിരുന്നത്, എങ്കിലും ഇത് പോയിട്ടില്ല, പിടിച്ചു വരുന്നുണ്ട്. ഇത് പിങ്ക് പാച്ച്, ഉള്ളത് വലുത് ഇതായിരുന്നു. ഈ പ്രാവശ്യം വന്ന പ്ലാന്റുകളെല്ലാം ചെറുതായിരുന്നു. ഇത് പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റാണ്. ഇത് സക്കുറ ബലാക്കാൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു. വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു തളിർപ്പ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റാണ്. മിസ് ഹോളണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഒന്നുമല്ല, കമ്പ് തന്നെയാണ്. ലേഡി ബേർഡിൻ്റെ പ്ലാന്റാണ്. തളിർപ്പൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, വാടലൊക്കെ മാറി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടി ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ 8 പ്ലാന്റായിരുന്നു വാങ്ങിയിരുന്നത്. സക്കുറ ബലാക്കാൻ്റെ പ്ലാന്റ് വളർന്ന് ഇത്ര ആയിട്ടുണ്ട്, ചെറിയ തളിർപ്പ് വലുതായിട്ടുണ്ട്. ഇത് ലേഡി ബേർഡിൻ്റെ പ്ലാന്റാണ്. അതിന് റൂട്ടൊന്നും ഇല്ലായിരുന്നു വന്നപ്പോൾ, നമ്മൾ റൂട്ടെക്സിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ അതിന് ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച പ്ലാന്റുകൾ ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടി 2 മാസം കൊണ്ട് വളർന്ന് ഇത്ര എത്തിയിട്ടുണ്ട്. ഇത് ബ്രീസ റെഡാണ്. ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയിരുന്നു. ഇത് റെഡ് ഫ്ലവറാണ് വന്നേക്കുന്നത്. സെയിം പറഞ്ഞ ഐഡി തന്നെയാണ്, ബ്രീസയുടെ തന്നെ പ്ലാന്റാണ്. ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കിട്ടിയപ്പം, അത് വളർന്ന് ഇത്രയായി ഇപ്പോൾ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇത് വയലറ്റ് സെപ്റ്റംബർ ആണ്. വയലറ്റ് സെപ്റ്റംബറിൽ ഫ്ലവർ, ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല, ഓൺ റൂട്ട് പ്ലാന്റ് ആണ്. വയലറ്റ് സെപ്റ്റംബറിൽ ഫ്ലവർ വന്നിട്ടുണ്ട്. ടാഗ് മാറിയായിരുന്നു വന്നിരുന്നത്, പക്ഷേ ഫ്ലവർ വന്നത് വയലറ്റ് സെപ്റ്റംബർ തന്നെയാണ്. ഇത് മഹാറാണിയാണ്. മഹാറാണിയുടെ ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. അതിന് ഫ്ലവർ ഇട്ടതും മഹാറാണി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് പിങ്ക് പാച്ചാണ്. ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിൽ ഫ്ലവർ വന്നിട്ടില്ല. ലീഫൊക്കെ കണ്ടിട്ട് അതേന്ന് തോന്നുന്നു. ഇനി ഫ്ലവർ ഇട്ടാലേ നമുക്ക് സെയിം ഐഡി തന്നെയാണോ എന്ന് മനസ്സിലാവുള്ളൂ. ഇത് വന്നപ്പോൾ റൂട്ടൊന്നും ഇല്ലാതെ കിട്ടിയ, വേരൊന്നും ഇല്ലാതെ കിട്ടിയ ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ റൂട്ടെക്സിലൊക്കെ മുക്കി വെച്ചാണ് വളർത്തി എടുത്തത്. പിടിച്ചു കിട്ടി, പക്ഷേ ലേഡി ബേർഡ് എന്ന് പറഞ്ഞെങ്ങാണ്ട് തന്നിരുന്നത്. പക്ഷേ ഇത് സാധാ നമ്മുടെ നാടനാണ്. ഇത് ഒരു പ്രാവശ്യം ഫ്ലവർ വന്ന് പോയിട്ട് രണ്ടാമത് ഇപ്പം ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സാധാ വൈറ്റാണ്. പിന്നെയുള്ള ഈ പ്ലാന്റാണ്. ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഒന്നുമല്ല, ഓൺ റൂട്ട് പ്ലാന്റ് ആണ്. ഇതിൽ ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞുകൂടാ ഏതാണ് ഐഡിയ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ഇതിൽ ഒരു വയലറ്റ് കളറ് ഫ്ലവറാണ് ഉണ്ടായത്. നമ്മുടെ പിങ്ക് ബ്യൂട്ടിയൊക്കെ പോലത്തെ ഒരു പ്രാവശ്യം ഫ്ലവർ വന്നിരുന്നു. പിങ്ക് ബ്യൂട്ടിയൊക്കെ പോലത്തെ ഒരു ഫ്ലവറായിരുന്നു വന്നിരുന്നത്. പറഞ്ഞ ഐഡിയ ആയിരുന്നില്ല വന്നിരുന്നത്. 8 പ്ലാന്റ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന സക്കുറ ബലാക്കയുടെ ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബഡ്സ് ഒടിഞ്ഞായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. എങ്കിലും ചെറിയൊരു തളിർപ്പൊക്കെ വന്നായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി, അത് പിടിച്ച് കിട്ടിയിട്ടില്ല.